കായംകുളം ഗോവിന്ദമുട്ടം ആയിരന്തങ്ങ് റോഡിൽ മുട്ടേപ്പാലത്തിന് സമീപം രൂക്ഷമായ വെള്ളക്കെട്ട്. കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കായംകുളം ദേവികുളങ്ങര ആയിരന്തങ്ങ് റോഡിൽ മുട്ടേപ്പാലത്തിന് സമീപത്തു നിന്നുമുള്ള കാഴ്ചയാണിത്. റോഡ് തോടിന് സമാനമായി കിടക്കുകയാണ് ഇവിടെ. ചെറിയ മഴ പെയ്താൽ പോലും വലിയ കുഴികൾ ഇവിടെ രൂപപ്പെടും. തകർന്നു കിടക്കുന്ന റോഡിൽ വൻ വെള്ളക്കെട്ടുമാണ് ഉള്ളത്. കായംകുളം മേഖലയിലെ പ്രധാന റോഡാണിത്. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ ബസ്സുകൾ, ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ നിരവധി കടന്നുപോകുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന റോഡിൽ കുറേയേറെ ഭാഗം ഇത്തരത്തിൽ ശോച്യാവസ്ഥയിലാണ്. റോഡിന്റെ വശത്ത് ഓടയ്ക്കായി ഫണ്ട് അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ ഒരു മഴ പെയ്താൽ ഈ റോഡിന്റെ സ്ഥിതി ഇതാണ്. ഇത് കായംകുളത്തിന്റെ മെയിൻ ഒരു റോഡാണ്. ഗോവിന്ദമുട്ടം, ആയിരന്തങ്ങ്, ഓച്ചറ ഒക്കെ പോകുന്ന ഈ റൂട്ടിൽ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡുമാണിത്. പക്ഷെ അധികാരികളോട് പറഞ്ഞ് കുഴഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ഈ റോഡിൽ. കഴിഞ്ഞ തവണത്തെ മെമ്പറിനോട് പറഞ്ഞ് 4 ലക്ഷം രൂപ അവിടെ ഓട പണിയാൻ ഇതിന് അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തുക VWയുടെ അനുവാദം വേണമെന്നാണ് പറയുന്നത്. അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഈയിടെ ഞങ്ങൾ പരാതിപ്പെട്ട് VWയുടെ AEO വന്ന് AEO വന്ന് ഇതെല്ലാം നോക്കി ഉടനെ റെഡിയാക്കാമെന്നും പറഞ്ഞ് പോയതാ. പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പെണ്ണുങ്ങളൊക്കെ സ്കൂട്ടറെ പിള്ളേരുമായിട്ട് വന്ന് ഇതിലൊക്കെ വീഴുക. ഞങ്ങൾ ഈ മെനങ്ങാന്ന് ഒരു സ്ത്രീ വീണ് അവരെ കാറെ കയറ്റി മെഡിക്കൽ കോളേജില കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തേക്കുക. അതാണ് ഈ റോഡിന്റെ സ്ഥിതി. റോഡിന്റെ പേരെന്തോ? ഈ റോഡിന്റെ പേരെന്തോ? ഗോവിന്ദമുട്ടം ആയിരന്തങ്ങ് ഓച്ചറയ്ക്ക് ഒരു മാക്രിവ് എടുത്താൽ പോലും മുട്ടറ്റം വെള്ളത്തിൽ കൂടെ പോകേണ്ട സാഹചര്യമാണ്. കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളോട് പറഞ്ഞ് നാട്ടുകാരും എല്ലാവരും കുഴഞ്ഞിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി പറയുമ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ പറയും, MLA പറയുമ്പോൾ ഇറിഗേഷന് പറയാൻ പറയും. ഇങ്ങനെ പറഞ്ഞ് നാട്ടുകാർക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ വയ്യ. മുട്ടറ്റം വെള്ളത്തിൽ കൂടെയാണ് നീന്തി പോകുന്നത്. ഇതിന് അടിയന്തര ഒരു പരിഹാരം നമ്മുടെ MLA മന്ത്രി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഇതിലെ കുട്ടികൾക്ക് സ്കൂൾ ടൈമിൽ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ രാത്രി ഈ സന്ധ്യയാകുമ്പോൾ ഈ വനിതകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കട്ടറാണ്. അതിനകത്ത് വീണ് പല സ്ത്രീകളും മറിഞ്ഞ് താഴെ വീഴാറുണ്ട്. 1 കിലോമീറ്ററിന് 1 കോടി രൂപ എന്ന കണക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച റോഡിലാണ് ഒരു ഭാഗത്ത് ഇത്തരം ദുരവസ്ഥയുള്ളത്. റോഡിലെ വെള്ളക്കെട്ടിൽപ്പെട്ട് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് സംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. CDNet ന്യൂസ്, കായംകുളം.